ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു മൊബൈൽ ഡൂഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളുടെ നാട്ടിലെ റോഡുകളെക്കുറിച്ച് ഇനി എന്ത് പരാതിയും നമുക്കൊരു ആപ്ലിക്കേഷനിലൂടെ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. കാരണം അതിനായി പുതിയൊരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് PWD ഫോർ യു ആപ്പ് എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിലൂടെ നമ്മളുടെ കേരളത്തിലെ എല്ലാ റോഡുകളുടെയും മികവ് വർദ്ധിപ്പിക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസമായി നടൻ മമ്മൂട്ടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ നമുക്കെന്തായാലും ഈ എപ്പിസോഡിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നും ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് അടക്കാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്യാണ്. ഇവിടെയായിട്ട് ഞാൻ PWD ഫോർ യു എന്ന് ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സ്പേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് കാണുന്ന ആപ്പ് തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം 35 MB ആണ് ഈ ഒരു ആപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 4.8 റേറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ആപ്പിന്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാനിടാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ആ സമയം നമുക്ക് വേണമെങ്കിൽ എബൌട്ട് ദിസ് ആപ്പ് ഒന്ന് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. PWDൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എബൌട്ട് ദിസ് ആപ്പ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ആപ്പാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ PWDയുടെ കീഴിലുള്ള ആപ്പാണെന്നെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിടാം. അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചോദിക്കും, ഇവിടെയായിട്ട് ഗൂഗിൾ ലൊക്കേഷൻ ഒന്ന് ഓൺ ആക്കിക്കോട്ടെ എന്നാണ് ചോദിക്കുന്നത്. നമുക്കിത് ഓക്കെ കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മൾ അലൗ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് നമ്മുടെ റോഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് അലൗ ചെയ്യുക. അതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ടു ഹോം എന്നുള്ള ഈ ഒരു ബട്ടണാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മളുടെ മാപ്പാണ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നത്. കണ്ടല്ലോ, അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ മാപ്പ് കാണിക്കും. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും, കാരണം അത് കറക്റ്റ് ഒന്ന് ലോഡായി വരാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് റോഡാണോ കംപ്ലൈൻറ്റ് ഉണ്ട്, ആ റോഡ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് നിങ്ങൾ വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പിൻ്റെ ബഗ്ഗായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് 3 കുത്ത് കണ്ടോ, അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെ കാണാം. ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യണം, അതായത് ലോഗിൻ ചെയ്യണം. അതിന് ശേഷമാണ് നിങ്ങൾ പിന്നെ ഈ ഒരു റോഡ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആപ്പിൻ്റെ ബഗ്ഗായിട്ട് വേണമെങ്കിൽ പറയാം. നമുക്ക് എന്തായാലും ആദ്യം ഇതൊന്ന് രജിസ്റ്റർ ചെയ്യാം കേട്ടോ ഈ ഒരു ആപ്പിലോട്ട്. അപ്പോൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന 3 ഡാഷ് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിന് ശേഷം ഇവിടെയായിട്ട് നമുക്ക് ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് കാണാം, അത് എടുക്കുന്നു. അതിന് ശേഷം തൊട്ട് താഴെയായിട്ട് ഇവിടെ നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക കേട്ടോ. മൊബൈൽ നമ്പർ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ഇനിയിപ്പോൾ മൊബൈൽ നമ്പർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കൊടുക്കാവുന്നതാണ്. ഞാനപ്പോൾ ആദ്യം തന്നെ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഒന്ന് കൺഫേം ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ടിന്യൂ കൊടുക്കാൻ പോവാണ്. ഇത് കണ്ടല്ലോ, നമ്മൾ അത് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് വന്നതെന്ന് പറഞ്ഞാൽ വെരിഫൈ OTP എന്നുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതായിട്ട് നമുക്ക് ഒരു OTP നമ്പർ നമ്മളുടെ മൊബൈൽ നമ്പറിലോട്ട് മെസ്സേജ് വരാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു നമ്പർ ഒന്ന് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കണ്ടല്ലോ 0472 എന്നുള്ള ഒരു നമ്പറാണ് എൻ്റെ മൊബൈൽ നമ്പറിലോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ നമ്പർ ഇവിടെ ഒന്ന് കൊടുത്തു. അതിന് ശേഷം നമുക്ക് വെരിഫൈ കൊടുക്കാം. ഇനി നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലോട്ട് ഇതുപോലെ ഒരു നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെരിഫിക്കേഷൻ ലിങ്കോ എന്തെങ്കിലും വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് രജിസ്റ്റർ ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ഹലോ യൂസർ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ നേരത്തെ കണ്ടത് എന്ന് പറഞ്ഞാൽ ലോഗിൻ ഓർ രജിസ്റ്റർ ആയിരുന്നു. രജിസ്റ്റർ ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ അങ്ങനെ ഹലോ യൂസർ എന്ന് പറഞ്ഞിട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ട്രാക്ക് ഇഷ്യൂസ് ഒന്ന് കൊടുത്ത് കാണിച്ചു തരാം. ട്രാക്ക് ഇഷ്യൂസ് കൊടുക്കുമ്പോൾ നോ റെക്കോർഡ്സാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ ഇതുവരെ ഇഷ്യൂസ് ഒന്നും, അതായത് ഒരു കംപ്ലയിൻറ്റും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ഥലം ഏത് സ്ഥലത്താണോ അല്ലെങ്കിൽ ഏത് റോഡാണോ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് പറയേണ്ടത്, ആ ഒരു റോഡ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചുമ്മാ ഏതെങ്കിലും ഒരു റോഡ് കാണിച്ചു തരാം. ഈ റോഡാണെന്ന് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ എന്നുള്ള ആ ഒരു ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത അതേ സ്ഥലമാണ് ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ
ഒന്നും കൂടെ ബാക്ക് പോയിട്ട് ഏതാണ് സ്ഥലം വേണ്ടത് ഒന്നും കൂടെ സെലക്ട് ചെയ്യാം. അതിന് ശേഷം വീണ്ടും വന്നാൽ മതി. ഓക്കെ. അതിന് ശേഷം നമുക്കിവിടെ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോ തന്നെ ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ അതേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാമറ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് ഇടാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഡിസ്ക്രൈബ് ദ പ്രോബ്ലം എന്ന് കാണുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് നമ്മളുടെ പ്രോബ്ലം, അതായത് റോഡ് ഇങ്ങനെ പൊട്ടിയിരിക്കണോ അല്ലെങ്കിൽ റോഡിൽ എന്താണ് തോട് പോലെ ആയിരിക്കണോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പ്രോബ്ലം വിത്ത് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സെലക്ട് ആൻ ഐറ്റമിലായിട്ട് റോഡ് ഉണ്ട്, ബ്രിഡ്ജ് ഉണ്ട്, കാൽവേർട്ട്, ഡ്രെയിൻ. അപ്പോൾ ഇത് എന്തിൻ്റെയാണ് പ്രശ്നം എന്നുള്ള കേട്ടോ. റോഡിൻ്റെ തന്നെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോഡ് സെലക്ട് ചെയ്യാം. ഇനി ബ്രിഡ്ജോ എന്തെങ്കിലും ആണെങ്കിൽ അത് ഏതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ചുമ്മാ റോഡിൽ നിന്ന് സെലക്ട് ചെയ്ത് നോക്കാൻ പോവാണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മാൻഡേറ്ററി ഫീൽഡ്സ് ആണ്. ഫസ്റ്റ് 3 എന്ന് പറയുന്നത് മാൻഡേറ്ററി ഫീൽഡ്സ് ആണ്. ഫോട്ടോ ആഡ് ചെയ്യുന്നത്, പ്രോബ്ലം കൊടുക്കുന്നത്, പ്രോബ്ലം വിത്ത്, ഇതെല്ലാം മാൻഡേറ്ററി ആണ്. നിങ്ങൾക്ക് ലാസ്റ്റത്തെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഓക്കെ. അപ്പോൾ അതെന്ന് പറയുന്നത് സെലക്ട് ആൻ ഐറ്റം എന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആയിട്ട് വരുന്നത് പോത്ത് ഹോൾ, ക്രാക്സ്, എഡ്ജ് ബ്രേക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് പക്ഷേ മാൻഡേറ്ററി അല്ല. അതിനുശേഷം ഇതെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ സബ്മിറ്റ് ഇഷ്യൂ എന്നുള്ള ബട്ടൺ എനേബിൾ ആവുന്നത്. അത് എനേബിൾ ആയതിന് ശേഷം നിങ്ങൾ ആ ഒരു സബ്മിറ്റ് ഇഷ്യൂ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഈ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആവുന്നതായിരിക്കും കേട്ടോ. അതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത കംപ്ലയിൻറ്റ് അതിൻ്റെ സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡ് കാണുന്ന 3 ഡാഷിലോട്ട് പോയി അതിന് ശേഷം ട്രാക്ക് ഇഷ്യൂസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഇഷ്യൂ ഇവിടെ കാണിക്കുന്നതായിരിക്കും, അതിൻ്റെ സ്റ്റാറ്റസും കാണിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം, അതായത് ഇന്നലെ മുതൽ ഇനിയിപ്പോൾ വരുന്ന 3 മാസം വരെ ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് ഫേസിലായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുവരെ ഇവർക്ക് വരുന്ന ഓരോ കംപ്ലയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ഒരു ടെസ്റ്റിംഗ് ആയിട്ട്, ഈ ഒരു ആപ്പിൻ്റെ ടെസ്റ്റിംഗ് ആയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. അതിന് ശേഷമായിരിക്കും ഇവർ കാര്യമായിട്ട് തന്നെ ബാക്കി വരുന്ന കംപ്ലയിൻറ്റ്സും കാര്യങ്ങളെല്ലാം കാര്യമായി നോക്കുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് യൂസ് ചെയ്തിട്ട്. കാരണം ഇനിയിപ്പോൾ ഭാവിയിൽ നമുക്ക് ഇതിലൂടെയൊക്കെ ആയിരിക്കും നമ്മളുടെ റോഡുകളോ തോടോ കാര്യങ്ങളോ ഒക്കെ വൃത്തികേടായി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മാക്സിമം ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു കിടിലം വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ ബൈ.